ഉവ്വ് എല്ലാം കരുതിയിട്ടുണ്ട്. എന്നാലും നിങ്ങൾ കൂടെ ഇല്ലാത്തതൊരു വിഷമം. ആര് പറഞ്ഞു ഞങ്ങൾ കൂടെ ഇല്ലെന്ന്? മനസ്സുകൊണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. അതെ, ഞാൻ ഇവളോട് നിങ്ങളോടൊപ്പം കൂടാൻ പറഞ്ഞതാ. ഞാൻ ഇവിടെ തനിച്ചാവൂലോ എന്ന വിഷമത്തിലാ ഇവള് വരാത്തത്. അത് നന്നായി. തമ്പിയേട്ടനെ തനിച്ചാക്കി എല്ലാവരും കൂടി പോകുന്നത് ശരിയല്ലല്ലോ. ആ, എപ്പോഴാ സന്ദീപ് ട്രെയിൻ? 7:30. പിന്നെ ഗസ്റ്റ് ഹൗസിൽ ഞാൻ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെയല്ലേ സ്റ്റേ? അതെ തമ്പി സാർ. എന്നാ ഇനി ലേറ്റ് ആക്കണ്ട. വാ, ഞാൻ നിങ്ങളെ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാം. പക്ഷേ ഞാൻ ഇവരെ കൊണ്ടുവിട്ടിട്ട് വേഗം വരാം. ശരി ഡാഡി. വാ. ഒടുക്കത്തെ യാത്രയല്ലേ? ഓൾ ദി വെരി ബെസ്റ്റ്. ദീപം 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 ദീപം. എന്തു പറ്റി അമ്മേ? സന്ധിക്കമ്മ വിളക്ക് വെക്കാറൊന്നുമില്ലല്ലോ, ഇന്നെന്തു പറ്റി? മോനെ, അമ്മ ഇന്ന് വ്രതം എടുത്തിരിക്കുവാ. നാളെ ശതാക്ഷര സ്വാമിക്ക് ഇവിടെ നിന്നാണ് ഭക്ഷണം. അമ്മ വ്രതം എടുത്തുന്നോ? അപ്പൊ അത്താഴത്തിന് രാത്രി എന്താ? അത്താഴത്തിന് കഞ്ഞിയും പപ്പടം ചുട്ടതും ചമ്മന്തിയും. എന്താ? അയ്യേ, എനിക്കൊന്നും വേണ്ട. എനിക്ക് ചപ്പാത്തിയും ചിക്കനും വേണം. ചപ്പാത്തിയും ചിക്കനോ? ദേ, മിണ്ടാതെ അവിടെ എങ്ങാനും പോയിരുന്നോ? എല്ലാ ദിവസവും ഇതൊക്കെ അല്ലേ തിന്നുന്നേ? ഇന്നത്തെ ദിവസം നിനക്ക് കഞ്ഞി കുടിച്ചാ എന്താ? ആ സ്വാമിക്ക് വേണ്ടി നിനക്ക് ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്ത എന്താ? എനിക്ക് കഞ്ഞി വേണ്ട. എനിക്ക് ചപ്പാത്തിയും ചിക്കനും മതിയെന്ന് പറഞ്ഞില്ലേ? ദേ, നീ വെറുതെ വാശി പിടിക്കല്ലേ മണി. ഇന്നത്തെ ഒരു ദിവസം ചപ്പാത്തിയും ചിക്കനും കഴിച്ചില്ലെന്ന് വെച്ച് നീ ചത്തുപോകുന്നില്ല. ഒന്നുമില്ലെങ്കിൽ നമുക്ക് കാശെന്ന് സഹായിച്ച ആളല്ലേ ശതാക്ഷര സ്വാമി. അയാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഒരു ഇത്തിരി കൊതിയൊന്നും അടക്കി വെക്ക്. എന്റെ മോന് ഒന്നും സംഭവിക്കില്ല. അമ്മ വേണേ വ്രതം എടുത്തോ, എനിക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും കിട്ടിയേ പറ്റൂ. മോനെ മണി, നീ ഇങ്ങനെ വാശി പിടിക്കല്ലടാ. അമ്മ പറയുന്നൊന്ന് കേക്ക്. നമ്മളെ സഹായിച്ച ആളല്ലേ ആ ശതാക്ഷര സ്വാമി. അദ്ദേഹം എന്തെങ്കിലും കാര്യം പറഞ്ഞെങ്കിൽ അനുസരിക്കേണ്ടത് നമ്മുടെ കടമയല്ലേടാ. പിന്നെ ഇത്രയും കാലം നമ്മളെ നോക്കി അച്ഛനല്ലേ? എന്നിട്ടമ്മ അച്ഛൻ പറഞ്ഞൊന്നും അനുസരിച്ചിട്ടില്ലല്ലോ. നീ എന്താണ് പറഞ്ഞേ? എന്ന് മുതലാട്ടാ നിനക്ക് ഈ അച്ഛൻ സ്നേഹം തുടങ്ങിയത്? പറയടാ. ചപ്പാത്തിയും ചിക്കനും. അമ്മേ, എനിക്ക് തലകറങ്ങുന്നമ്മേ. അയ്യോ അമ്മേ, എനിക്ക് തലകറങ്ങുന്നമ്മേ. ചിക്കനും ചപ്പാത്തിയും തിന്നാൻ വേണ്ടിയേ നിന്റെ കള്ള സ്വീകരണം കാണിക്കണ്ട കേട്ടോ. ഉരുത്തം കേട്ടവനെ. നിന്റെ അടവൊന്നും എന്റെ അടുത്ത് കാണിക്കല്ലേ. മര്യാദക്ക് പറയുന്നതനുസരിച്ച് അതാ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ പോ. എത്തിയോ? മോളുണ്ടായിരുന്നു ഇന്ന് കടയില്? അതോ നാട്ടുകാരെ സഹായിക്കുന്ന പേരില് അവള് മുങ്ങി നടക്കുമായിരുന്നോ? നിനക്ക് എന്താ എന്തു? അവളാൽ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതാണോ നിന്റെ പ്രശ്നം? മറ്റുള്ളവരുടെ കാര്യത്തില് അവക്ക് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അവള് നമ്മുടെ ഈ അവസ്ഥ മനസ്സിലാക്കി വേണ്ടത് ചെയ്യുമായിരുന്നല്ലോ. അതിന്
അവൾ എന്ത് ചെയ്തില്ലെന്ന് നീ പറഞ്ഞു വരുന്നു? സുരട്ടാ, നിങ്ങൾ വെറുതെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ നിൽക്കല്ലേ. ഗഗന്റെ കാര്യം നിങ്ങൾ അവളോട് സൂചിപ്പിച്ചതാണേ. എന്നിട്ട് അവൾ അതിന് പുല്ല് വിലയെങ്കിലും കൽപ്പിച്ചോ? നിങ്ങൾ നിർബന്ധിച്ചില്ലെങ്കിൽ കൂടി ഇത്രയും നാളും പോറ്റി വളർത്തിയ നമുക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗം മുന്നിൽ തെളിഞ്ഞപ്പോ അവൾ അതിന് സഹകരിക്കുമല്ലേ വേണ്ടേ? ഓ